ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ലിപ്സ് ഡാർക്ക് ആവുന്നത്, അത് എങ്ങനെ നമുക്ക് ബ്രൈറ്റ് ആക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ. സോ നമുക്ക് ആദ്യം തന്നെ ലിപ്സ് എന്തുകൊണ്ട് ഡാർക്ക് ആവും. സോ അതിന് ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലിപ്സ് ഡാർക്ക് ആയിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ അച്ഛനമ്മയ്ക്ക് കിട്ടും, അച്ഛനമ്മയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ലിപ്സ് ആയിരിക്കും. ഇല്ലെങ്കിൽ വൈറ്റ് ജെനറ്റിക്സ് അങ്ങനെ നമുക്ക് ഡാർക്ക് ലിപ്സ് ആവും. ഇപ്പൊ നമ്മുടെ സ്കിൻ ടോൺ ഭയങ്കര ഡാർക്ക് ആണെങ്കിൽ നമുക്ക് ഓബ്വിയസ്ലി ഡാർക്ക് ലിപ്സ് ആയിരിക്കും. ഫെയർ ആണെങ്കിൽ അവർക്ക് നല്ല പിങ്ക് ലിപ്സ് ആയിരിക്കും. അത് നോർമലി വരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചുണ്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കുക, എന്തെങ്കിലും തുണി വെച്ചിട്ടോ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരിക്കത്തില്ല, അങ്ങനെ അതുകൊണ്ട് ലിപ്പ് ഡാർക്ക് ആവാം. സോ മൂന്നാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ ലിപ് ലിക്കിങ്. ലിപ് ലിക്കിങ് നമ്മൾ എപ്പോഴും നമ്മുടെ നാക്ക് വെച്ചിട്ട് നമ്മുടെ ചുണ്ടിന് ചുറ്റും ഇളക്കി തന്നിട്ടിരിക്കുന്നതാണ് ലിപ് ലിക്കിങ്. സോ ഇങ്ങനെ ലിപ് ലിക്കിങ് ചെയ്താലും നമ്മുടെ ലിപ്പിന്റെ സ്കിന്ന് ഡാർക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഡ്രൈ ആവാനും ഡാർക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ സലൈവ നമ്മുടെ തുപ്പൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഇത് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത്. സോ അത് നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ആണ്. അത് നമ്മൾ നമ്മുടെ ചുണ്ടിലോട്ടാക്കുമ്പോൾ അതിന്റെ ബാരറിനെ അത് ബ്രേക്ക് ചെയ്തതിനു ശേഷം അത് ഹീൽ ആവുമ്പോൾ ഇത് ഡാർക്ക് ആയി വിട്ടിട്ട് ഹീൽ ആവത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ലിപ് ലിക്കിങ്ങിലൂടെ നമ്മുടെ ചുണ്ട് ഡാർക്ക് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ചൂടായിട്ടുള്ള ഐറ്റംസ് ലൈക്ക് കോഫി, ചായ ഒക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവാനുള്ള കൂടുതൽ ചാൻസസ് ഉണ്ട്. നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ടല്ല ഇതിൽ കുടിക്കുന്നത്, അപ്പോൾ നമ്മുടെ ലിപ്പ് നല്ല ഡാർക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ സൺ എക്സ്പോഷർ, നമ്മൾ വെയിലത്ത് പോകുമ്പോൾ നമ്മുടെ ലിപ്പ് ഡാർക്ക് ആകാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. സോ SPF ഉള്ള ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുക. ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. മൂന്നാമത്തേത് ഡ്യൂ ടു സ്മോക്കിംഗ് കാരണം നമ്മുടെ ലിപ്സ് നല്ലോണം ഡാർക്ക് ആവും. സോ അവോയ്ഡ് സ്മോക്കിംഗ്. കൂടുതലായിട്ട് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ലിപ്പ് ഡാർക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ടൈംസ് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ലിപ്പ് ഡാർക്ക് ആവാനുള്ളതുണ്ട്. ലൈക്ക് വൈറ്റമിൻ D, B12, അയണിന്റെ ഡെഫിഷ്യൻസി ഇതൊക്കെ കാരണം നമ്മുടെ ലിപ്പ് ഡാർക്ക് ആവാനുള്ള ചാൻസ്. ചിലപ്പോൾ ചില ഡിസീസസ് കാരണം നമുക്ക് നമ്മുടെ ചുണ്ട് ഡാർക്ക് ആവും. ലൈക്ക് ഹോർമോണൽ ഇംബാലൻസ് കാരണം നമ്മുടെ ലിപ്പ് ഡാർക്ക് ആകാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലൊരു ലിപ്പിന് നല്ലൊരു റൂട്ടീൻ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. അതിനുശേഷം നല്ല ഒരു ലിപ് ബാം യൂസ് ചെയ്യണം വിത്ത് SPF 50. അത് മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ കുറേ നല്ല ബ്രാൻഡിന്റെ ലിപ് ബാം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ 2-3 ലിപ് ബാംസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കമന്റ് ബോക്സിൽ കാണും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും. 2-3 ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കൊടുത്തേക്കാം. നല്ല ബ്രാൻഡിൽ ലിപ് ബാംസ് യൂസ് ചെയ്യണം. SPF ഉള്ളത് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് ഡാർക്ക്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, എത്ര ഡ്രൈ ആയിട്ട് നമ്മുടെ ലിപ്പ് തോന്നിയാലും നമ്മൾ ഒരിക്കലും ലിക്ക് ചെയ്യാൻ പാടില്ല. എത്ര ഡ്രൈ ആയിട്ട് എന്ത് തോന്നിയാലും നമ്മൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് പിന്നെ ലിക്ക് ചെയ്തുകൊണ്ടിങ്ങനെ ഇരുന്ന ഉറപ്പായിട്ട് നമ്മുടെ ലിപ്പിലെ ഡാർക്ക്നെസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. സോ ഡു നോട്ട് ലിക്ക് യുവർ ലിപ്സ് ബിഫോർ ഗോയിങ് ടു ബെഡ്. രാത്രി നമ്മളിപ്പോൾ ഫുൾ ഡേ ലിപ്സ്റ്റിക്കും ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. നമ്മളെപ്പോൾ കിടക്കുന്ന മുമ്പ് ഫുള്ളായിട്ടുള്ള നമ്മുടെ ഫേസിലാണെങ്കിലും ലിപ്പിലാണെങ്കിലും എല്ലാം മേക്കപ്പ് റിമൂവ് ചെയ്യുക. ലിപ്സ്റ്റിക് നല്ലോണം മൈസിലർ വാട്ടർ ഇട്ട് അല്ലെങ്കിൽ നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ടേ കിടക്കാം. മേക്കപ്പ് വെച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. എല്ലാവർക്കും ഒരു ധാരണ കാണും നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് നല്ലോണം ചുമക്കുമെന്ന്. പക്ഷേ അത് തെറ്റിദ്ധാരണ. പണ്ട് തൊട്ടേ നിങ്ങളുടെ ലിപ്പ് ഡാർക്ക് ആണെങ്കിൽ അതിന്റെ കളർ മാറാൻ പോകുന്നില്ല. കാലക്രമേണ ഇപ്പൊ നമ്മൾ ഈ ലിപ്സ്റ്റിക്സും ഇങ്ങനത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പ് ഡാർക്ക് ആയതാണെങ്കിൽ സം എക്സ്റ്റെന്റ് നമുക്കിത് മാറ്റിയെടുക്കാം. പിന്നെ ബൈ ജെനറ്റിക്സ് ഇതൊക്കെ കാരണം എല്ലാവർക്കും ഡാർക്ക് ലിപ്സ് ആണെങ്കിൽ അത് ഇതൊക്കെ തേച്ച് ചെയ്യാൻ വെളുപ്പിക്കാൻ പറ്റത്തില്ല. എങ്ങനെ നമുക്ക് ലിപ്പ് നല്ല ഡാർക്ക് ആക്കാം, സോ എങ്ങനെ നമുക്ക് ലിപ്പ് ലൈറ്റ് ആക്കാൻ നോക്കാം. നല്ല ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. ചില ലിപ് ബാംസിൽ ചില ഇൻഗ്രീഡിയൻസ് ആണ് കോജിക് ആസിഡ് അല്ലെങ്കിൽ നയാസിൻ, ലിപ്പ് ലൈറ്റിംഗ് ചെയ്യാനുള്ള ചില ഇൻഗ്രീഡിയൻസ് കാണും. അങ്ങനത്തെ ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ അതിൽ SPF ഉണ്ടോയെന്നും കൂടെ പ്രത്യേകിച്ച് നോക്കണം. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. 1-2 അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച തേച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് നല്ലൊരു റൂട്ടീൻ കീപ്പ് ചെയ്തിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലിപ്പ് നല്ലോണം ലൈറ്റ് ആകുന്നതായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വീക്ക്ലി സ്ക്രബ് ചെയ്യണം. എന്ന് വെച്ചാൽ വലിയ സ്ക്രബ്, നല്ല പാർട്ടിക്കൽസ് ഉള്ള സ്ക്രബ് എടുത്ത് ഒരിക്കലും വീട്ടിൽ അങ്ങനെ ലൈറ്റ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ലിപ് സ്ക്രബ്സ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് വീക്ക്ലി 2 times നമ്മുടെ ലിപ്പിൽ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ആയിട്ട് മൈൽഡ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതിന് മുകളിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിപ് സ്ക്രബ് യൂസ് ചെയ്യുന്നത്. ഹോം റെമഡി വഴി നമുക്ക് നമ്മുടെ ലിപ്പ് ലൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല. ജസ്റ്റ് ഈ ഹണി അല്ലെങ്കിൽ ഘീ, നെയ്യ് ഒക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്നും മോയ്സ്ചറൈസ് പ്ലംബ് ആക്കി വെക്കുക. അല്ലാതെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് ലൈറ്റിനാകത്തില്ല. അതിന് ഇതിൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉള്ള ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്താലും വരാൻ പോകുന്നത്. ഇപ്പൊ ബീറ്റ്റൂട്ട് ലിപ് ബാംസ് ആണെങ്കിൽ ഏത് ലിപ് ബാംസ് ആണ് അതൊന്നും യൂസ് ചെയ്യാൻ പോകുന്നത്. ഹോം റെമഡി യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലിപ്പിലെ ഡാർക്ക്നെസ് മാറ്റാൻ പറ്റുന്നു. ഒന്നുകൂടെ ഞാൻ പറയാണ്,
നേരത്തെ തൊട്ട് ഡാർക്ക് ആയിട്ട് ലിപ്സ് ഉള്ള ആൾക്കാരുടെ ഒരിക്കലും ലൈറ്റനാവാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടോ അല്ലെ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ലിപ്പ് ഡാർക്ക് ആയവരാണെങ്കിൽ അവരുടെ ലിപ്പ് മാത്രമേ ലൈറ്റ് ആവത്തുള്ളൂ. പണ്ട് തൊട്ടേ എൻ്റെ ചുണ്ട് കറുത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് കൂടെ ഒന്ന് ലിപ്പ് ബാം കഴിച്ചിട്ട് എൻ്റെ ചുണ്ട് വെളുത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ലിപ്പ് കറുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അത് മാറാനും ലിപ്പ് വന്നിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പണ്ട് തൊട്ടേ പാരമ്പര്യമായിട്ട് കറുത്ത ഡാർക്കായിട്ട് ലിപ്സ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ നമ്മൾ തേച്ചാൽ എന്ത് ചെയ്താലും അത് മാറത്തില്ല. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ തേച്ചിട്ട് അവസാനം എൻ്റെ വിളക്കുന്നില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും നല്ലൊരു ലിപ് കെയർ റൂട്ടീനും നമുക്ക് വെച്ച് ലിക്ക് ചെയ്യാതിരിക്കുക. ഫ്രിക്ഷൻസോ ഉറയ്ക്കാനോ പാടൊന്നുമില്ല. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.